അയ്യോ പാമ്പ്! പാമ്പ്! മഹാദേവ, എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? നേരം വെളുക്കുന്നത് വരെ ഞാൻ ഈ പുറ്റിനുള്ളിൽ കഴിയണമെന്നാണോ? മുതലാളി, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലായില്ല. സാധാരണ നമ്മളിങ്ങനെ ചുമ്മാ വരാറില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. നന്ദീശ, ഈ നാഗമാണിക്യത്തിന് എല്ലാം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ജീവൻ സംരക്ഷിക്കാനും കഴിയും, ജീവൻ എടുക്കാനും കഴിയും. മരിച്ചുവെന്ന് കരുതിയ നിന്റെ മകൻ തിരിച്ചു വരാൻ കാരണവും ഈ നാഗമാണിക്യം തന്നെയാണ്. എനിക്ക് ആ വിശ്വാസമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പഞ്ചാംഗ പ്രകാരം ഈ നാഗമാണിക്യം നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ 23 വർഷങ്ങളായി. ഇനി ഒരേ ഒരു വർഷം കൂടി ഈ നാഗമാണിക്യം നമ്മൾ സംരക്ഷിച്ചാൽ മഹാശക്തരായി മാറും നമ്മൾ. എന്ത് ശക്തിയാ മുതലാളി? നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി, ഈ പ്രപഞ്ചം തന്നെ കണ്ട് ഞെട്ടുന്ന ഒരു ശക്തി. അതൊക്കെ പോട്ടെ, നീ കുറച്ചു നേരം പുറത്തിരിക്കുക. ഞാൻ ധ്യാനത്തിനിരിക്കാൻ പോവാം. ശരി മുതലാളി. ഒരു വലിയ ശക്തി നമ്മുടെ കയ്യിൽ വന്നു ചേർന്നാൽ അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പക്ഷേ എൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നവന്മാർക്ക് അതിനുള്ള മനസ്സില്ലാതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി ബോധ്യമായി. നാഗമാണിക്യം പോലൊരു വലിയ നിധി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതിന്റെ വില അവർ മനസ്സിലാക്കുന്നില്ല. അതെ മുതലാളി, ഇനി എന്താ ചെയ്യാ? എല്ലാവരും ഇതിന്റെ ഷെയർ ചോദിക്കാൻ തുടങ്ങി. ഇതെന്താ വല്ല പച്ചക്കറി കച്ചവടോ മറ്റോ ആണോ? ചീഞ്ഞു പോകുന്നതിന് മുമ്പ് വിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട്. ഇതിനൊരു വില നിശ്ചയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. സ്ഥിരബുദ്ധി നഷ്ടപ്പെടാൻ തുടങ്ങിയ അതിന് പരിഹാരമേ ഇല്ല. സാമ്പശിവൻ. ഓ പറയടാ. എവിടെയാ നീ? ഞാൻ പുറത്താടാ, നീ കാര്യം പറ. ഞാൻ സാമ്രാട്ടിനെ കണ്ടിരുന്നു. അവൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവനെ എന്തിനാ അപമാനിച്ചു വിട്ടത്? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അവൻ എന്നോട് എന്ത് ചോദിച്ചു, അതിന് ഞാൻ എന്ത് ഉത്തരം കൊടുത്തു, ഇതൊന്നും പറഞ്ഞോണ്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. ഇപ്പൊ നോക്ക്, അവൻ പ്രശ്നം തുടങ്ങിയില്ലേ? അവൻ അവിടുന്ന് തിരിച്ചു വരുമ്പോ അവനെ ആരോ വഴിയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അത് ചെയ്തത് നീയാണെന്ന് അവൻ പറയുന്നത്. അതാ ഞാനിപ്പോ വിളിച്ചത്. ഏയ്, ഞാനെന്താ ലോക്കൽ റൗഡിയാണെന്ന് വിചാരിച്ചോ നീ? സ്റ്റാറ്റസ് നോക്കി സംസാരിക്കുക. എനിക്കും അതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിഗ്വിജയ്, ഞാനത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച കോൾ അല്ല ഇത്.
നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണം. ചുമ്മാ തമ്മി തല്ലിയിട്ട് എന്താ കാര്യം? ഇനി എന്താടാ സംസാരിക്കാനുള്ളത്? നാഗമാണിക്യം നമുക്ക് പ്രധാനപ്പെട്ട വിഷയമല്ലേ? നാഗമാണിക്ക് എവിടെയുണ്ടെന്നെങ്കിലും പറ. അവനൊന്ന് കാണിക്കാനാ, എന്നാലെങ്കിലും അവനൊന്ന് സമാധാനാകട്ടെ. നാഗമാണിക്യത്തിന്റെ കാര്യം ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഹലോ ഹലോ. ശിവാനി, എവിടെയായിരുന്നു നീ? ഞങ്ങളൊക്കെ എന്തുമാത്രം ടെൻഷനാണെന്നറിയോ നിനക്ക്? ഇങ്ങനെയുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കരുതെന്ന് നിനക്ക് അറിയില്ലേ ശിവാനി? അതെ, പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ പോയത് എന്തായാലും നന്നായി. ഇത്രയും വർഷത്തെ നമ്മുടെ പ്രയത്നത്തിന് ഒടുവിൽ ഫലം കാണുമെന്ന് ഉറപ്പായി. എന്താ ഉദ്ദേശിക്കുന്നേ? ഭൂമിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് നാഗമാണിക്യത്തെക്കുറിച്ച് കേൾക്കാനിടയായി. എന്താ നീ പറയുന്നേ? അതെ നീലി, നാഗമാണിക്യം. എവിടെ? ആരാ സംസാരിച്ചേ? ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നില്ലേ? സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാഗമായി മാറി പുറ്റിനുള്ളിലായിരുന്നു. നാഗമാണിക്യം നമുക്ക് പ്രധാനപ്പെട്ട വിഷയമല്ലേ? നാഗമാണിക്ക് എവിടെയുണ്ടെന്നെങ്കിലും പറ. അവനൊന്ന് കാണിക്കാനാ, എന്നാലെങ്കിലും അവനൊന്ന് സമാധാനാകട്ടെ. എനിക്ക് അയാളുടെ മുഖം വ്യക്തമായില്ല. അയാൾ ആരോടോ ഫോണിൽ നാഗമാണിക്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെ എന്തൊക്കെയാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ശരിക്കും കേട്ടായിരുന്നോ നീ? നാഗമാണിക്യത്തെ പറ്റി തന്നെയാണോ പറഞ്ഞത്? അതെ വീര, എന്റെ ചെവിയിൽ കേട്ടതൊക്കെ സത്യമാണ്. അയാൾ ആരാണെന്ന് പോയി നോക്കുന്നതിന് മുന്നേ അയാൾ കാറും എടുത്തോണ്ട് പോയി. അയാളുടെ മുഖം എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്ത് അയാളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നമുക്കൊന്നുകൂടി അതേ സ്ഥലത്ത് പോയി അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം നീലു. പകൽ പോയാൽ മാത്രമേ അവനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കൂ. നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം അവസാനം വിജയിക്കാറായി. ഇപ്പൊ തന്നെ അമ്പലത്തിനടുത്ത് പോയി നോക്കാം. അയാൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം. യാതൊരു കാരണവശാലും ഒരു തെറ്റും വരുത്താൻ പാടില്ല. അതെ നീലി, നമുക്കിപ്പോ തന്നെ അമ്പലത്തിനടുത്തേക്ക് പോണം. എന്താ മുതലാളി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ടെൻഷൻ കൊണ്ടിരിക്കുവാണോ? ഒന്നുമില്ല നന്ദിച്ച. പിന്നെന്താ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങള് മനസ്സിനെ എത്രമാത്രം അലട്ടുമെന്നറിയോ നിനക്ക്? പുറത്ത് നമ്മൾ എത്ര സന്തോഷം പ്രകടിപ്പിച്ചാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ വിങ്ങലുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. അതിന് മാത്രം എന്താ സംഭവിച്ച മുതലാളി? ആരോ എനിക്കെതിരെയുള്ള കത്തിക്ക് മൂർച്ച കൂട്ടുന്നുണ്ട് നന്ദിച്ച. ചാണയിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടുന്നതിന്റെ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ആ കത്തി തയ്യാറാകുന്നത് എനിക്ക് വേണ്ടിയാ. അത് തയ്യാറാക്കുന്നത് എന്റെ കൂട്ടുകാരൻ. എന്നാലും അവർ മുഖം മറച്ചിരിക്കുന്നത് കാരണം അതാരാണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല. മുതലാളി സാമ്രാട്ടിനെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്? മുന്നിൽ നിന്ന് കളിക്കുന്നത് സാമ്രാട്ടാണെന്ന് മാത്രമേ ഉള്ളൂ നന്ദീശ. പക്ഷെ എനിക്കറിയാം ആരൊക്കെയോ അവന്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. ചതുരംഗപ്പലകയിലെ മുന്നിൽ നിൽക്കുന്ന കാലാളിനെ പോലെ. എന്നാലും ആ സൈനികനെ ബലി കൊടുക്കുന്ന ബുദ്ധിമാനായ രാജാവ് പുറകിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്.
സാമ്രാട്ട് വലിയ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം അവനില്ല. ശബ്ദം അവന്റെ തന്നെയാ, പക്ഷെ ബുദ്ധി മറ്റാരുടെയോ ആണ്. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടടാ. നിനക്കെന്തിനാ പണം? ഫേമസ് ഡോക്ടർ, വലിയൊരു ആശുപത്രിയുമുണ്ട്. അറിയാത്ത ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയില്ല മോനെ. ഇപ്പൊ എത്ര കിട്ടിയാലും തികയില്ല എനിക്ക്. എന്റെ മുൻപിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നാഗമാണിക്യത്തിന്റെ പങ്ക് ചോദിക്കുക. അത് നീ തന്നെ ചോദിക്കണം. അതെന്തിന്? ഞാൻ ചോദിച്ചാലൊന്നും അവൻ സമ്മതിക്കില്ല. നീ സ്റ്റേറ്റ് ഫോർവേഡായ കാര്യം ചോദിക്കും. എനിക്കത് പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് അവനെ കൺവിൻസ് ചെയ്തോളാം. അതാ നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. അവന് നാഗമാണിക്യത്തോടാ താല്പര്യം. നമ്മുടെ കാര്യം എന്തായി? എന്താ അവൻ? ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല. തിരിച്ചെന്നെ ഒന്ന് വിളിക്കുന്നുമില്ല. അവൻ വീട്ടിലില്ലാത്ത നേരത്തെ നീ അവിടെ വരെ ഒന്ന് പോയി വാ. അതെന്തിനാ ഞാൻ പോകുന്നത്? നീ ഒന്ന് പോയിട്ട് വാ. പിന്നെ അവൻ തന്നെ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചോളൂ. നീ പറഞ്ഞതുപോലെ തന്നെ ദിഗ്വിജയൻ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ഇത് തന്നെയായിരുന്നു എനിക്കും വേണ്ടത്. അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കണം. ഞാനിതിൽ ഇൻവോൾവ് ആണെന്നുള്ള അവൻ അറിയുകയും ചെയ്യരുത്. നോക്കാം അവൻ എന്താ പറയാനുള്ളതെന്ന്. എന്താണ് മിസ്റ്റർ സാമ്രാട്ട്? എന്തൊക്കെയുണ്ട്? നിനക്കെല്ലാം അറിയാലോടാ. ഞാൻ എന്ത് പറയാനാ? നീ ഒന്നും പറയണ്ട മോനെ, എല്ലാം ഞാൻ പറഞ്ഞോളാം. ദിഗ്വിജയൻ ഫോൺ ചെയ്തിരുന്നു. നീ ഞാൻ അറിയാതെ തന്നെ ദിഗ്വിജയന്റെ മകനെയും മകളെയും റൗഡികളെ വിട്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ചല്ലേ? അതവൻ സംശയിക്കാതിരിക്കാനായിട്ട് ദിഗ്വിജയനാണ് നിന്നെ അറ്റാക്ക് ചെയ്തെന്ന് വരുത്താൻ. നീ ടെൻഷൻ ആവണ്ട, ഞാനൊരു കഥയുണ്ടാക്കിയതാ. നിന്റെ നല്ലതിന് വേണ്ടി അതല്ല. പെട്ടെന്ന് തന്നെ ഇതൊന്നും നീ തീർക്കണം. അല്ലെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചിട്ടാ? ഇനി അങ്ങോട്ട് എന്താ കഥ? എന്ത് ചെയ്യാനാ? അവനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ആലോചിക്കണ്ട, അതിനുള്ള വഴി എനിക്കറിയാം. നീ എന്റെ കൂടെ നിന്നാ. നോക്ക് സമ്രാട്ട്, നമുക്കെന്ത് വേണോ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. യെസ്. ശരിയാ നന്ദിച്ച. സാമ്രാട്ടിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഇത്രയും നാളായിട്ടില്ലാത്തത് ഇപ്പൊ എവിടുന്ന് വന്നു? ആരെങ്കിലും പിരികേറ്റി വിടാതെ അവൻ ഇങ്ങനെ കിടന്ന് തുള്ളില്ല. എന്നുവെച്ചാ ഇതിന്റെ പിന്നിൽ നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ്. കാലം മുന്നോട്ട് പോകുമ്പോ നല്ലവരാരാ ശത്രുക്കളാരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും നന്ദീശ. നാഗമാണിക്യത്തോടുള്ള ആഗ്രഹം എന്തും ചെയ്യിക്കും നമ്മളെ കൊണ്ട്. എല്ലാവർക്കും നാഗമാണിക്യം വേണം, പക്ഷേ അത് സംരക്ഷിക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല. അത് ചുമ്മാ വന്നങ്ങ് കൈ കയറുമെന്ന വിചാരം. ഒരു തവണ സംസാരിച്ചു നോക്കാം മുതലാളി, ചിലപ്പോ ശരിയായാലോ. സംസാരിച്ചു നോക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരിക്കലും മാറൂല എന്ന് വാശി പിടിക്കുന്നവരോട് എന്ത് സംസാരിക്കാം? ഉറങ്ങിക്കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ എങ്ങനെ എഴുന്നേൽപ്പിക്കും? നമ്മുടെ കൂടെയുള്ളവരെ ഇതിന്റെ പിന്നിലെന്ന് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെന്നായ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷെ ആട്ടിൻ തോലിട്ട് ആട്ടിൻകൂട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചെന്നായെ കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് നന്ദീശ. അവരാരാണെന്ന് ഉടൻ കണ്ടുപിടിക്കണം. ഈ മുഖം മൂടിയിട്ട് നടക്കുന്നവരുടെ കുഴപ്പം എന്താണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മുഖം മൂടി താനെ അഴിഞ്ഞു വീഴും. അവരാരായാലും വെളിച്ചത്ത് വന്നേ മതിയാവൂ. ശിവാനി,
അയാൾ പറയുന്നതൊക്കെ നീ കേട്ടു. ഇനിയിപ്പോ അയാൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അവൻ ആരായിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ നീലി. മഹാദേവൻ നമ്മുടെ കൈവിടില്ല. ഒരവസരം നമ്മളെ തേടി വന്നിരിക്കുന്നു, അതൊരിക്കലും പാഴാക്കരുത്. അതെ. ഓ ഹായ്, എന്തൊക്കെയുണ്ട്? ഞാൻ അടിപൊളിയാ. നിങ്ങള് എന്താ ഇവിടെ? എന്താ പരിപാടി? ഒന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാ. കാമഡി. നന്നായിട്ടുണ്ട്. കാര്യം മനസ്സിലായി. ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതല്ലേ? എന്തൊരു കോയിൻസിഡൻസാ മാഡം. ഞാനെന്താ ഇവിടെ തൊഴാൻ വേണ്ടി തന്നെ വന്നേ. മാഡം, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണെന്നൊക്കെ വിചാരിച്ച് വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കരുതേ. എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു നേർച്ച നേർന്നിരുന്നു. അപ്പൊ അത് നടത്താൻ വേണ്ടി വന്നതാണ് ഇതില്. എന്തായാലും വന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതിയിട്ടാ. വാ മാഡം, വാ. അല്ല, അമ്പലത്തിൽ എന്താ വെറും കൈയോടെ വന്നിരിക്കുന്നേ? പൂജയ്ക്കുള്ള പൂവും സാധനങ്ങളും ഒന്നും ഇല്ലേ? ദേ കണ്ടില്ലേ, അതാണ് പെൺകുട്ടികൾ പറയുന്നത് കേൾക്കണമെന്ന് പറയണേ. എവിടെയാ കട? അവിടെയുണ്ട്. ജസ്റ്റ് മിനിറ്റ്, ഇപ്പൊ വരാം, ഒന്ന് നിൽക്ക്. നീലി, അങ്ങോട്ട് നോക്ക്. അവിടെ ഒരു പുറ്റ് കാണുന്നില്ലേ? അവിടെയായിരുന്നു ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. അതിനടുത്ത് കാറ് നിർത്തിയിട്ടായിരുന്നു അവൻ സംസാരിച്ചത്. പക്ഷെ അയാൾ എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നതുകൊണ്ട് എനിക്ക് മുഖം കാണാൻ കഴിഞ്ഞില്ല. അല്ല ശിവാനി, അമ്പലത്തിലേക്ക് ഒരുപാട് പേര് വരുന്നതല്ലേ, അതിൽ നിന്ന് അയാൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞില്ലേ ഞാൻ, ദൈവം നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും. നീലി, അത് നോക്ക്. ഈ ക്യാമറ കണ്ടില്ലേ? അവൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും അവന്റെ മുഖം ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും. നോക്ക് സാമ്രാട്ട്, നാഗമാണിക്യമായാലും നാഗമാണിക്യത്തിന്റെ ശക്തിയായാലും നമ്മളത് ആഗ്രഹിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ത്രയംബക ഗുരുക്കളാണ്. ഗുരുവാണ് നമ്മുടെ ശക്തി. ഗുരുവിലൂടെ മാത്രമേ നമുക്കതിന് പ്രതിവിധി ലഭിക്കൂ. എന്ത് ചെയ്തിട്ടായാലും ഗുരുവിനെ നമ്മുടെ ഭാഗത്തേക്കാക്കണം. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. ദിഗ്വിജയൻ എത്രയോ വർഷമായി ഗുരുവിന്റെ ഉപദേശത്തിലാണ് ജീവിക്കുന്നത്. ത്രയംബകൻ നമ്മളൊപ്പം നിൽക്കുമോ? ഒന്നും അത്ര എളുപ്പമല്ല സാമ്രാട്ട്. ഏത് ജോലിയായാലും നമ്മളത് എളുപ്പമാക്കി മാറ്റിയെടുത്തേ പറ്റൂ. ത്രയംബക ഗുരു എങ്ങാനും നമ്മുടെ പക്ഷം ചേർന്നാൽ നാഗമാണിക്യം നമുക്ക് തന്നെ കിട്ടും. ആ നാഗമാണിക്യം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ സമയം കൊണ്ട് ദിഗ്വിജയൻ അത് വിറ്റില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? നോ ചാൻസ്. അവനത് വിറ്റിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അവന്റെ പെരുമാറ്റം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അവൻ എവിടെയോ ഭദ്രമായി വെച്ചിട്ടുണ്ട്. ശിവാനി, ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ വേഗം നോക്ക്. 24 വർഷത്തോളം അവനത് സൂക്ഷിച്ചോളാം പറഞ്ഞാൽ അതും ഭദ്രമായിട്ട്. അതുവരെ നമുക്ക് അവനെ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനും അത് വിശ്വസിക്കുന്നു.